ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം ഞാനൊന്ന് വന്നിരിക്കുന്നത് ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ചോറാണ്. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കണ പോലെ അത്ര പാടൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, എന്നാൽ ബിരിയാണിയൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. അപ്പം നമുക്ക് അത്രയൊന്നും ചേരുവകളൊന്നും ആവശ്യമില്ല, വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ. അത്യാവശ്യം വലിയ ചെമ്മീൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ക്ലീൻ ആക്കി വെച്ചതാണ്. ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടാണ് ചോറ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാതെയും വെക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ മാരിനേഷന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പം ഉപ്പൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ആഡ് ചെയ്യാൻ നോക്കുക. ഞാനിവിടെ അധികം ഒന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ റൈസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട ബാക്കി ചേരുവകളൊക്കെ ഒന്ന് നോക്കാം. അതിനിവിടെ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, 6-7 പച്ചമുളക്, ഒരു 7 അല്ലി ഗാർലിക്ക്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി, ഒരു വലിയ ലെമൺ എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില വേണം, കുറച്ച് മല്ലിയില, പിന്നെ 2 മീഡിയം സൈസുള്ള നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാഷ്യൂവും കുറച്ച് കിസ്മിസും 1 അര സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ചോറിന് വേണ്ടിയിട്ടുള്ള റൈസ് ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തത്. കൈമ റൈസ് ഉണ്ടല്ലോ, അതാണ്. അപ്പം ഇത് ഞാനിവിടെ കുതിർക്കാനൊന്നും വെക്കുന്നില്ല, കഴുകി ഊറ്റി അങ്ങനെ തന്നെ ചോറ് വെക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ് എങ്ങനെയാണ് വെക്കാൻ നോക്കാം. അതിനായിട്ട് അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ ഞാൻ സ്റ്റൗ ടോപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള കാഷ്യൂം കിസ്മിസും സവാളയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ കാഷ്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ കാഷ്യൂ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കാഷ്യൂൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഞാനൊന്ന് ഫ്ലെയിം ലോ ആക്കുന്നുണ്ട്, എന്നിട്ട് കിസ്മിസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്ത് കോരി എടുക്കണം. അപ്പം കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്ത് കോരി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി അതേ ഓയിലിലേക്ക് തന്നെ ഞാൻ സവാള കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഫ്രൈ ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ്, ഇത് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇത് കാഷ്യൂവും കിസ്മിസും ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് റൈസിന്, അതുകൊണ്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും ഒന്ന് സവാളയും ഫ്രൈ ആയിട്ടുണ്ട്, അതൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ പാത്രം തന്നെ എടുക്കാൻ നോക്കണം നിങ്ങൾ, കാരണം ഇതിൽ തന്നെയാണ് നമ്മൾ റൈസും വെക്കുന്നത്, മസാലയും വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം എടുക്കുക കേട്ടോ. ഇനി ആ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ ചെമ്മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീനെല്ലാം ആ ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊന്നും ഈ സെയിം ഓയിൽ യൂസ് ചെയ്യുന്നതിൽ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ വേറെ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സെയിം ഓയിൽ തന്നെ ആകുമ്പോൾ നമുക്ക് ഈ ഓയിലിലേക്ക് ചെമ്മീൻ്റെ ഫ്ലേവേഴ്സും ഇറങ്ങും, നമ്മൾ സവാള ഫ്രൈ ചെയ്തതിൻ്റെ ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് താല്പര്യമില്ലാത്തവർ ഫ്രഷ് ആയിട്ടുള്ള വേറെ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലൊന്നും ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒരു 4 മിനിറ്റ് ഒക്കെ ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഒരു ഹാഫ് വേവ് ആക്കി എടുത്താൽ മതി, പിന്നെ മസാലയിൽ കിടന്ന് ഒന്നുകൂടെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓയിൽ തന്നെയാണ് ഞാൻ മസാല തയ്യാറാക്കി എടുക്കുന്നതും. അപ്പോൾ ഇത്ര ഓയിൽ മതിയാവില്ല, കുറച്ചും കൂടെ ഓയിൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് നല്ല നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഇതൊന്ന് നന്നാക്കി വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ അതിന് വേണ്ടി പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇനിയും ആവശ്യം വരും, കാരണം നമ്മൾ റൈസും ഇതിൽ തന്നെയാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ മിക്സിയിലൊന്ന് അടിച്ച് എടുത്തതാണ്, അതും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം അരിഞ്ഞൊന്നും കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടണ വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളി കൂടെ ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടണം കേട്ടോ. അപ്പം സവാളൊക്കെ നല്ലോണം ഒന്ന് വഴണ്ട് കിട്ടണം, അല്ലാതെ റൈസിൽ കടിക്കാൻ കിട്ടുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്, ഒപ്പം കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സവാള നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ അത് അതിന് വേണ്ടി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് പൊടികൾ ആഡ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ കൂടെ ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ ബിരിയാണി മസാല കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഞാൻ വലിയൊരു ലെമണ് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ഉണ്ട് കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാലേൻ്റെ ഫ്ലേവറൊക്കെ ചെമ്മീനിലേക്കും കൂടെ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇവിടെ ഞാൻ വെള്ളം ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നല്ലോണം തിളച്ച വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ശരിക്കും 5 ഗ്ലാസ് വെള്ളം വേണം. പക്ഷെ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു 1/4 ഗ്ലാസ് കുറച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം 4.25 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആ വെള്ളത്തിലേക്ക് ഞാൻ ഒരു 3 ഏലക്കായ, 3 കറുകപ്പട്ട, 3 ഗ്രാമ്പു കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കണം, ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യാൻ മറക്കരുത്, കാരണം ഗീ റൈസിൻ്റെ ഒക്കെ പോലെ കുറച്ച് മുന്തി നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളത്തിൽ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഞാനിവിടെ നമ്മൾ കഴുകി വെച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴുകി ഊറ്റി വെച്ച റൈസാണ്, അതും ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് നമുക്ക് തിളച്ച് നല്ലോണം റൈസ് വെള്ളം വറ്റി വരണം. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ചമ്മന്തി തയ്യാറാക്കുന്നുണ്ട് ഞാൻ. ഈ റൈസിൻ്റെ കൂടെ ഈ ചമ്മന്തി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ജാറിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആഡ് ചെയ്യുന്നുണ്ട്, 4 പച്ചമുളക്, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിനീഗർ ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും വെള്ളം ചേർക്കാതാണ് ഞാൻ അരച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റൈസ് എന്തായി എന്നൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം, ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയം നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്കാക്കി വെക്കണം കേട്ടോ, റൈസ് വറ്റി വരുമ്പോൾ. ഇനി ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് നല്ല നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെയ്യ് ആഡ് ചെയ്യുന്നത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കൊടുക്കും കേട്ടോ നമ്മൾ റൈസിന്. അപ്പോൾ അത് കഴിയുന്നതും ആഡ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റാനുണ്ട് കേട്ടോ, ഒന്ന് ഡ്രൈ ആവാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഞാനിങ്ങനെ മസാല കൂട്ടി വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം കുറച്ചിട്ടാണ് വെക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ റൈസ് വെന്ത് വരുമ്പോൾ കറക്റ്റ് വേവിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഓവർ വെന്തൊന്നും പോകില്ല. കാരണം നമ്മൾ മസാല കൂട്ടി വെക്കുമ്പോൾ എപ്പോഴും ഈ സവാളയും തക്കാളിയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈസ് പെട്ടെന്ന് വെന്ത് ഉടയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുറച്ച് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പരുവത്തിൽ കിട്ടും കേട്ടോ റൈസ്. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ, കിസ്മിസും സവാള കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.